ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ ശ്രവിക്കുന്ന എൻ്റെ സ്നേഹിതർക്ക് വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പ്രിയ സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിൽ ചില കാലങ്ങൾ വരാറുണ്ട്. ആ കാലങ്ങളിൽ നാം പ്രാർത്ഥിക്കും, പക്ഷേ മറുപടി ലഭിക്കില്ല. നാം കാത്തിരിക്കും, പക്ഷേ വാതിലുകൾ തുറക്കപ്പെടുകയില്ല. നാം വിശ്വസിക്കും, പക്ഷേ സാഹചര്യങ്ങൾ മാറുന്നില്ല. നാം കരയും, പക്ഷേ ആശ്വാസത്തിൻ്റെ ഒരു വാക്കുപോലും കേൾക്കാൻ കഴിയാത്ത രാത്രികൾ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഒരു ചോദ്യമുയരും: ദൈവമേ, നീ എവിടെയാണ്? ഒരുപക്ഷെ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ചിലരും അത്തരമൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ചു, നിങ്ങൾ ഉപവസിച്ചു, കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി, എന്നാൽ രോഗം മാറിയില്ല. പ്രശ്നങ്ങൾ അവസാനിച്ചില്ല, ബന്ധങ്ങൾ സുഖപ്പെട്ടില്ല, പ്രതീക്ഷിച്ച മാറ്റങ്ങൾ സംഭവിച്ചില്ല. അപ്പോൾ മനസ്സ് പറയാൻ തുടങ്ങും, ദൈവം എന്നെ മറന്നു. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മഹത്തായ സത്യമുണ്ട്. ദൈവത്തിൻ്റെ നിശബ്ദത അവിടുത്തെ അഭാവമല്ല. ദൈവം മൗനമായിരിക്കാം, പക്ഷേ അവിടുന്ന് പ്രവർത്തിക്കുന്നത് നിർത്തിയിട്ടില്ല. നമുക്ക് കാണാൻ കഴിയാത്തിടത്തു പോലും അവിടുത്തെ കരങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കർഷകൻ വിത്ത് വിതച്ചാൽ അടുത്ത ദിവസം വിളവെടുക്കില്ല. വിത്ത് മണ്ണിനടിയിൽ മറഞ്ഞു കിടക്കണം. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ലെന്ന് തോന്നും. എന്നാൽ മണ്ണിനടിയിൽ വേരുകൾ വളരുകയാണ്, ജീവൻ രൂപപ്പെടുകയാണ്, ഭാവിയിലെ വൃക്ഷം നിശബ്ദമായി ഒരുക്കപ്പെടുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമുക്ക് ഒന്നും സംഭവിക്കുന്നില്ലെന്ന് തോന്നുന്ന സമയങ്ങളിൽ പോലും ദൈവം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുകയും ക്ഷമയെ വളർത്തുകയും നാളെ നമുക്ക് വഹിക്കേണ്ട അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഇന്ന് നമ്മെ ഒരുക്കുകയും ചെയ്യുകയാണ്. പലപ്പോഴും ദൈവം സാഹചര്യങ്ങളെ മാറ്റുന്നതിന് മുൻപ് നമ്മെ മാറ്റുന്നു. വാതിലുകൾ തുറക്കുന്നതിന് മുൻപ് നമ്മുടെ ഹൃദയത്തെ ഒരുക്കുന്നു. അനുഗ്രഹം നൽകുന്നതിന് മുൻപ് അതിനെ വഹിക്കാനുള്ള ശക്തി നമുക്ക് നൽകുന്നു. ഹന്നായുടെ ജീവിതത്തിലേക്ക് നോക്കൂ. വർഷങ്ങളോളം അവൾ കാത്തിരുന്നു, പ്രാർത്ഥിച്ചു, കരഞ്ഞു. മറ്റുള്ളവർക്ക് ലഭിച്ച അനുഗ്രഹം അവൾക്ക് ലഭിച്ചില്ല. ഒരു പക്ഷേ അവളും ചോദിച്ചിരിക്കാം, കർത്താവേ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ? എന്നാൽ ബൈബിൾ പറയുന്നു, കർത്താവ് അവളെ ഓർത്തു. ദൈവം അവളെ മറന്നിരുന്നില്ല. അവളുടെ കണ്ണുനീർ വെറുതെയായില്ല. അവൾ ആവശ്യപ്പെട്ടത് ഒരു കുഞ്ഞായിരുന്നു. എന്നാൽ ദൈവം അവൾക്ക് നൽകിയതോ ഒരു പ്രവാചകനായ ശമൂവേലിനെ ആയിരുന്നു. ദൈവത്തിൻ്റെ മറുപടികൾ പലപ്പോഴും നമ്മുടെ പ്രതീക്ഷകളെക്കാൾ വലുതായിരിക്കാം. ഇന്ന് നിങ്ങളോടും ഞാൻ പറയട്ടെ, നിങ്ങളുടെ കണ്ണുനീർ വെറുതെയാകില്ല. നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ നഷ്ടപ്പെടുകയില്ല. ഓരോ കണ്ണുനീരും അവിടുന്ന് കാണുന്നു, ഓരോ നെടുവീർപ്പും അവിടുന്ന് കേൾക്കുന്നു. ഇയ്യോബിൻ്റെ ജീവിതവും അതുതന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു നിമിഷം കൊണ്ട് അവൻ എല്ലാം നഷ്ടപ്പെട്ടു. അവൻ ചോദിച്ചു, എന്തുകൊണ്ട്? എന്നാൽ ഉടനെ മറുപടി ലഭിച്ചില്ല. ദൈവം മൗനമായിരുന്നു, പക്ഷേ ദൈവം അവനെ വിട്ടുപോയിരുന്നില്ല. ചിലപ്പോൾ ദൈവം നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകുന്നതിന് മുൻപ് അവിടുത്തെ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം ലഭിക്കുമ്പോൾ പല ചോദ്യങ്ങൾക്കും മറുപടി ആവശ്യമില്ലാതാകും. എസ്തേറിൻ്റെ പുസ്തകത്തിലും നാം അതേ സത്യം കാണുന്നു. ആ പുസ്തകത്തിൽ ഒരിടത്ത് പോലും ദൈവത്തിൻ്റെ പേര് പറയുന്നില്ല. എന്നാൽ ഓരോ സംഭവത്തിൻ്റെയും പിന്നിൽ ദൈവത്തിൻ്റെ അദൃശ്യകരങ്ങൾ പ്രവർത്തിക്കുന്നതായി നാം കാണുന്നു. അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതവും. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ യാദൃശ്ചികമെന്ന് കരുതിയ പല സംഭവങ്ങളും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നുവെന്ന് നാം മനസ്സിലാക്കും. ഒരു അടഞ്ഞ വാതിൽ, ഒരു വൈകിയ മറുപടി, ഒരു നഷ്ടപ്പെട്ട അവസരം, ഒരു പ്രതീക്ഷിക്കാത്ത വഴിത്തിരിവ്, ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരിക്കാം. ഏലിയാവിൻ്റെ ജീവിതവും അതുതന്നെയാണ് പഠിപ്പിക്കുന്നത്. വലിയ വിജയത്തിനു ശേഷം പോലും അവൻ തളർന്നു, ഒരു ഗുഹയിൽ ഒളിച്ചു. എന്നാൽ ദൈവം അവനെ അവിടെ കണ്ടെത്തി. ദൈവം കൊടുങ്കാറ്റിലായിരുന്നില്ല, ഭൂകമ്പത്തിലായിരുന്നില്ല, തീയിലായിരുന്നില്ല, പക്ഷേ ഒരു മൃദുവായ സ്വരത്തിൽ അവിടുന്ന് സംസാരിച്ചു. ചിലപ്പോൾ ദൈവം ഇടിമുഴക്കത്തിലല്ല സംസാരിക്കുന്നത്, നിശബ്ദതയുടെ ഭാഷയിലാണ് അവിടുന്ന് നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ ഒരു കാത്തിരിപ്പിൻ്റെ കാലത്തിലായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയം ക്ഷീണിച്ചിരിക്കാം. എന്നാൽ ഈ വാക്കുകൾ ഹൃദയത്തിൽ സൂക്ഷിക്കൂ. ദൈവം നിങ്ങളെ മറന്നിട്ടില്ല.
ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. നിങ്ങൾ കാണാത്തിടത്ത് പോലും അവിടുന്ന് പ്രവർത്തിക്കുന്നു. ഹന്നായുടെ കണ്ണുനീരിൽ ദൈവമുണ്ടായിരുന്നു. ഇയ്യോബിൻ്റെ വേദനയിൽ ദൈവമുണ്ടായിരുന്നു. എസ്തേറിൻ്റെ നിശബ്ദതയിൽ ദൈവമുണ്ടായിരുന്നു. ഏലിയാവിൻ്റെ ഏകാന്തതയിൽ ദൈവമുണ്ടായിരുന്നു. അതുപോലെ നിങ്ങളുടെ കാത്തിരിപ്പിലും ദൈവമുണ്ട്. നിങ്ങളുടെ കണ്ണുനീരിലും ദൈവമുണ്ട്. നിങ്ങളുടെ നിശബ്ദ രാത്രികളിലും ദൈവമുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥന നിർത്തരുത്, പ്രത്യാശ കൈവിടരുത്, വിശ്വാസം ഉപേക്ഷിക്കരുത്. കാരണം ദൈവം ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൻ്റെ കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അവസാന അധ്യായം ആയിട്ടില്ല. ഇനിയും ദൈവത്തിൻ്റെ പ്രവർത്തനം പൂർത്തിയായിട്ടില്ല. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ദൈവം മൗനമായിരിക്കാം, പക്ഷേ അവിടുന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവം വൈകുന്നതായി തോന്നാം, പക്ഷേ അവിടുന്ന് ഒരിക്കലും വൈകുന്നില്ല. അവിടുത്തെ സമയം തികഞ്ഞ സമയമാണ്. അവിടുത്തെ പദ്ധതി തികഞ്ഞ പദ്ധതിയാണ്. അതുകൊണ്ട് വിശ്വസിക്കൂ, കാത്തിരിക്കൂ, പ്രാർത്ഥിക്കൂ. കാരണം നിങ്ങളുടെ കഥയുടെ പിന്നിൽ ഇപ്പോഴും ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.